ഏവർക്കും ബോധിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ പോളിഗൺ അല്ലെങ്കിൽ ബഹുപദം എന്ന ബഹുഭുജങ്ങൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ മെയിനായിട്ട് എത്തിച്ചേർന്ന ടേബിളൊക്കെ വരച്ചിട്ട് അവസാനം നമ്മൾ എത്തിച്ചേർന്ന ഐഡിയ എങ്ങനെയാണ്, ഒരു ബഹുഭുജത്തിന് n വശങ്ങളുണ്ട് എങ്കിൽ ആ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക n-2 × 180 ആണെന്നാണ് നമ്മൾ പഠിച്ചത്. എന്താ പറഞ്ഞത്? ഒരു n സൈഡഡ് പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മ് n-2 × 180 ആണ്. ഒരു പോളിഗണിന് n സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ, ആംഗിൾസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? n-2 × 180 എന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്താൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദി സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 52 സൈഡ്സ്? 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? ക്വസ്റ്റ്യൻ ഞാനും കൂടെ ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദി സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 52 സൈഡ്സ്? 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക എത്ര? അപ്പൊ നമുക്ക് 52 വശങ്ങളുള്ള ഒരു പോളിഗണിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ബഹുഭുജത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം n സൈഡുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക n-2 × എത്രയാണ്? 180. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 52. ഈ 52 എന്ന് പറയുന്ന നമ്പർ ഓഫ് സൈഡ്സ് നമ്മൾ n എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പൊ n എന്ന് പറയുന്നത് എത്രയാണ്? 52 ആണ്. അപ്പൊ ഞാൻ ഇനി സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? n-2 × 180. അപ്പൊ n-ന് പകരം എത്ര കൊടുക്കണം? 52 കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? 52 - 2 × 180. കണ്ടോ? അപ്പൊ 52-ൽ നിന്ന് 2 കുറച്ച് എത്രയുടെ? 50 ആണ്. 50 × 180. എടാ, ഇതിൽ ചെയ്യേണ്ടത് നിങ്ങൾ ഈ പൂജ്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിക്കളയാം. പൂജ്യങ്ങൾ മാറ്റിക്കളയുമ്പോൾ 5 18. 18-നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും അറിയാമോ? 90 എന്നാ കിട്ടുന്നത്. 18-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 90. 2 പൂജ്യങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തിയില്ല, ആ പൂജ്യങ്ങളെ തിരിച്ചു കൊടുത്താൽ മതി. കൊടുത്തു. 9000 എന്ന് വരും. അതായത് 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 9000 ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാൻ, പെട്ടെന്ന് ഓടിച്ചൊന്നുകൂടെ പറയാം. 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ചോദിച്ചിരിക്കുന്നത് n-ന്റെ വില 52 ആണ്. വശങ്ങളുടെ എണ്ണം അറിയാമെങ്കിൽ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 എന്നാ പറഞ്ഞത്. n-2 × 180. അപ്പൊ ഞാനിത് n-ന് പകരം 52 കൊടുത്തു. 52 - 2 × 180. 52-ൽ നിന്ന് 2 കുറച്ചാൽ 50 കിട്ടും. 50 × 180. 50 × 180 കണ്ടുപിടിക്കാൻ ഈ പൂജ്യങ്ങൾ മാറ്റിയിട്ട് 18 × 5 90 ആണ്. 2 പൂജ്യങ്ങൾ കൊടുത്താൽ എത്ര കിട്ടും? ആൻസർ 9000 എന്ന് ആൻസർ കിട്ടും. 9000. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100. ഹൗ മെനി സൈഡ്സ് ഹാസ് ഇറ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 8100 ആണ്. ഇതിന് എത്ര വശങ്ങളാണ് ഉള്ളത്? നേരത്തെ വശങ്ങൾ തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പൊ തുക തന്നിട്ട് ചോദിക്കുക, നേരെ തിരിച്ച് വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. അപ്പൊ എനിക്കറിയാം സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 8100 ആണ്. ഓക്കെ ആണേ. അപ്പൊ ഇതിന് എത്ര വശങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ ഞാൻ നോക്കിയേ, സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക 8100 ആണ്. നമുക്കറിയാം ഒരു പോളിഗണിന് n വശങ്ങളുണ്ടെങ്കിൽ, ഒരു ബഹുഭുജത്തിന് n വശങ്ങളുണ്ട് എങ്കിൽ അതിന്റെ തുക, കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n-2 × 180 ആണ്. ഞാൻ വിചാരിക്കുകയാണ് ഈ പോളിഗണിന് n വശങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കോണുകളുടെ തുക എത്രയാണ്? n-2 × 180. അത് എത്രയാണെന്നാ തന്നിരിക്കുന്നത്? 8100 ആണെന്നാ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. n-2 × 180 = 8100. ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നിർദ്ധാരണം ചെയ്ത് കഴിഞ്ഞാൽ n-ന്റെ വില കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ?
എടാ ഇവിടെ ഏറ്റവും പുറത്ത് 180 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അത് സമത്തിനപ്പുറത്തേക്ക് മാറ്റി മാറ്റി കളയാം. നമുക്ക് എന്നിന്റെ വില കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം ഒഴിവാക്കി പോവാം. ഏറ്റവും പുറത്ത് 180 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ എന്തുവരും? n-2 സമം. ഇവിടെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 സമത്തിനപ്പുറത്ത് പോകുമ്പോ ഹരണം 2 ആവും. അപ്പൊ 8100 ഡിവൈഡഡ് ബൈ 180 എന്ന് വരും. ഇവിടെ ഒരു 0 അടിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി വരും n-2 സമം 810 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. 810ന് 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നോക്കി 810 ഡിവൈഡഡ് ബൈ 18 പറഞ്ഞടാ. 18ന്റെ ടേബിളൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാൻ അറിയാം. 18ന് 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ ഗുണിക്കുമ്പോ അറിയാം. 18ന് 4 കൊണ്ട് ഗുണിക്കുമ്പോ 72 എന്ന് വരും. കണ്ടോ? 18 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾ ഗുണിച്ചു നോക്കാം. 18ന്റെ ടേബിൾ അറിയത്തില്ല. 18ന് 2 കൊണ്ട് ഗുണിച്ചു നോക്കാം. 36 കിട്ടും. 3 കൊണ്ട് ഗുണിച്ചു നോക്കാം 54 എന്നിട്ട് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 എന്നിട്ട് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 90 കിട്ടുന്നത്. അതുകൊണ്ട് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 എടുക്കുക. ബാക്കി 9 റിമൈൻഡർ. 82 81 മൈനസ് 72 9 എന്ന് കിട്ടും. ഈ 0 താത്തറ കൊടുക്കുക. ഇനി പഴയതുപോലെ ചെയ്തു നോക്കുക. 18 × 4 72 ആണെന്നറിയാം. 18 × 5 എത്രയാണ്? 90 ആണ്. അപ്പൊ 45 എന്ന ആൻസർ കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായ? 810നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 45 ആണ്. അപ്പൊ n-2ന്റെ വില എത്രയാണ്? 45. തീർന്നില്ല. n-2ന്റെ വിലയാണ് 45. അപ്പൊ n-ന്റെ വില കണ്ടുപിടിക്കണം. ഈ -2നെയും കൂടെ എടുത്ത് അപ്പുറത്തോട്ട് എറിയണം. -2 സമത്തിനപ്പുറത്ത് +2 ആവും. 45 +2 എന്നാവും. 45 + 2 എത്രയാണ്? 47 എന്ന് വരും. അപ്പൊ അതായത് n-ന്റെ വില ഈ ബഹുഭുജത്തിന്റെ ഈ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത്, വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 47 ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ 47 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിച്ച് നോക്കിയാൽ 47 - 2 × 180 45 × 180 എത്ര തന്നെ കിട്ടും? 8100 തന്നെ കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വശങ്ങൾ തന്നിട്ട് കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചു. വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ചിട്ട് 180 കൊണ്ട് ഗുണിച്ചാൽ കോണുകളുടെ തുക കിട്ടുമെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോണുകളുടെ അളവുകളുടെ തുക തന്നിട്ടുണ്ട്. വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നേരെ തിരിച്ചു തന്നു. 180 n-2 × 180 ആണ് 8100. പിന്നെ എന്ത് ചെയ്തു? n-2 കണ്ടുപിടിക്കാൻ വേണ്ടി 180 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8100നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 ആയിട്ടുണ്ട്. n-2 എന്ന് പറഞ്ഞാൽ 45 ആണ്. എന്നിന്റെ വില എത്ര കിട്ടി? 47 എന്ന് കിട്ടി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നേരെ തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 2700 ആകുമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ക്യാൻ ദി സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 2700 ഡിഗ്രി. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 2700 ആകുമോ? എസ് ഓർ നോ ചോദിച്ചിരിക്കുന്നത്. ആകുമോ എന്ന് വെച്ചിരിക്കുക. നേരത്തെ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ചെയ്തു. n-2 × 180 = 2200 9000 എന്നൊക്കെ നമ്മൾ ചെയ്തു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2700 ആകുമെന്ന്. പഴയ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. എന്നാലും അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എടാ ഇവിടെ n-2 × 180 നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. എല്ലാ ബഹുഭുജങ്ങളിലും ത്രികോണങ്ങളാക്കി ഭാഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 180 കൊണ്ട് ഗുണിച്ചാൽ പോകുന്നത് അല്ലയോ? ത്രികോണങ്ങളില് കോണുകളുടെ തുക 180 ആണ്. 2 ത്രികോണങ്ങളുണ്ടെങ്കിൽ 2 × 180. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 180ന്റെ ഗുണിതമായിരിക്കും. എന്താ പറഞ്ഞത്? നമ്മൾ ഏതൊരു ബഹുഭുജം എടുത്തിട്ട് അതിന്റെ കോണുകളുടെ തുക കണ്ടെത്തിയാലും കിട്ടുന്ന സംഖ്യ 180ന്റെ ഗുണിതമായിരിക്കും. കാരണം 180നെ അല്ലേടെ n-2 കൊണ്ട് ഗുണിക്കുന്നത്. ഇപ്പൊ എന്നിന്റെ വില 50 ആണെങ്കിൽ 48 × 180. 180 കൊണ്ടാണ് എപ്പോഴും ഗുണിച്ചു വരുന്നത്. ഒരു സംഖ്യയെ 180 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 180ന്റെ ഗുണിതങ്ങൾ തന്നെ ആയിരിക്കും. അതായത് ഏതൊരു ബഹുഭുജത്തിന്റെയും ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. ഓക്കെ, അപ്പോ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് a multiple of 180. 180ന്റെ ഗുണിതങ്ങൾ. ഏതൊരു ബഹുഭുജത്തിന്റെയും കോണുകളുടെ തുക 180ന്റെ ഗുണിതമായിരിക്കും. എടാ നമ്മുടെ ക്വസ്റ്റ്യനില് 2700
ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? 2700 180ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ 180ന്റെ ഗുണിതമാണ് 2700 നമുക്ക് പറയാം 2700 സമ്മായി വരുന്ന ആംഗിൾസിന് സമ്മായി വരുന്ന പോളിഗൺ ഉണ്ട് എന്ന് പറയാം. നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. we have to check whether 200 and 2700 is a multiple of 180. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ട 2700 180ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കണം. മലയാളം മീഡിയം ആദ്യം എഴുതേണ്ട എന്താണ്? ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 180ന്റെ ഗുണിതമായിരിക്കും. തന്നിരിക്കുന്ന 2700 180ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? അവിടെ തന്നെ 2700നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്? 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. 2700 ഡിവൈഡഡ് ബൈ 180. എടാ ഒരു 0 അടിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി 270 നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നോക്കാം, നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്യേണ്ട 27 18ന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞു നോക്കുക. 27 തൊട്ട് താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കാം. 1 18 2 18 36 ആയി പോകട്ടെ. ഗുണനപ്പെട്ടി നിങ്ങൾ കാണാൻ പഠിക്കുന്നത് വേണ്ട, 2 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ മതി. 1 18 27ൽ നിന്ന് 18 കുറച്ച് എത്ര കിട്ടുന്നു? 9 എന്ന് കിട്ടും അല്ലയോ? ബാക്കി റിമൈൻഡർ 0. സോറി 0 താത്തിറക്കുക. അപ്പൊ എന്താ കേട്ടോ? 18 90. 18ന്റെ ടേബിളിൽ എവിടെയെങ്കിലും 90 അതിനേക്കാളും തൊട്ടടുത്തുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക. 18നെ ഗുണിച്ചു. 18 1 18 ആണ്. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 36 കിട്ടും. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 54 കിട്ടും. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 72. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 90 കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 90 തന്നെ കിട്ടും. എടാ നോക്കി, 2700നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ പൂർണ്ണമായിട്ട് നമുക്ക് ഉത്തരം എത്ര കിട്ടി? 15 തന്നെ കിട്ടി. എന്ന് പറഞ്ഞാല് 2700 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. പറഞ്ഞ മനസ്സിലായോ? 2700 180ന്റെ ഗുണിതമായതിനാൽ ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 2700 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ എത്ര വശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയതുപോലെ n-2 ഉപയോഗിച്ച് ചെയ്യായിരുന്നു. അതുപോലെ ചെയ്താൽ ആൻസർ തന്നെ കിട്ടുന്നത് നോക്കാം നമുക്ക്. അതുപോലെ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ ചെയ്താൽ എങ്ങനെ കിട്ടും? ഇവിടെ n-2 × 180 സമം 2700 എന്ന് എടുക്കുന്നു. എടി ഇവിടെ കോണുകളുടെ തുക അതാണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞത്. അതിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി, ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുക വശങ്ങളെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് പഴയതുപോലെ ചെയ്യണം. അപ്പൊ n-2 സമം എന്ത് കിട്ടും? 2700 ഡിവൈഡഡ് ബൈ 180. കണ്ടോ, ഇവിടെയും ആ സ്റ്റെപ്പാ വന്നത്. ഇത് വീണ്ടും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? നേരത്തെ ചെയ്ത് നോക്കിയത്. അപ്പൊ എന്തായിരുന്നു ആൻസർ? നമ്മൾ ചെയ്തിട്ടുണ്ട് 15 ചെയ്തിട്ടുണ്ട്. അപ്പൊ n-2 സമം 15. അപ്പൊ n സമയം എത്ര കിട്ടും? 17 എന്ന് കിട്ടും. അതായത് ഈ പോളിഗണിന് 17 സൈഡ് ഉണ്ട്. നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ചോദിച്ചിരിക്കുന്നത് 2700 എന്താ തുകയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോണുകളുടെ തുകയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആകും 2700 ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മാകാൻ പറ്റുന്ന സംഖ്യയാണ്. പറഞ്ഞു മനസ്സിലായോ? എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. കാരണം എന്താണ്? 2700 എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. 180ന്റെ ഒരു ഗുണിതമായതിനാൽ 2700 ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയാകാൻ സാധ്യതയുണ്ട്. എത്ര സൈഡ് അതിനുള്ള? 17 സൈഡ് ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഞാൻ 3ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നത് 4ാമത്തെ വായിക്കണം. 3ാമത്തെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിപ്പോ ചെയ്തതുപോലെ ചെയ്യാം. ഞാൻ എന്തായാലും ചെയ്യാം. എന്നാലും 4ാമത്തെ ഇപ്പൊ തൽക്കാലം വായിക്കാം. All the angles of a polygon of 20 sides are equal. What is the measures of each angle? എന്താ പറഞ്ഞിരിക്കുന്നത്? All the angles of a polygon of 20 sides are equal. ഒരു പോളിഗണിന്റെ എല്ലാ ആംഗിളുകളും ഈക്വൽ ആണ്. അതിന് എത്ര സൈഡ് ഉണ്ട്? 20 സൈഡ് ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് ഓരോ ആംഗിളിന്റെ മെഷേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ബഹുഭുജത്തിന്റെ 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും തുല്യമാണ്. ഓരോ കോണുകളും എത്ര വീതമാണെന്ന് കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. അപ്പൊ 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം.
ഒന്നുമില്ലെങ്കിൽ അവിടെ വരെ കണ്ടുപിടിച്ചില്ല. നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള n-2 × 180, അത് മാത്രമേ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ 20 വശങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? കോണുകളുടെ തുക ഞാൻ വെറുതെ ഒന്ന് കണ്ടുപിടിച്ചു, വെറുതെ ഇരിക്കണ്ട. സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക. പറയടാ, കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n-2 × 180. n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക n-2 × 180 ആണ്. ഇവിടെ എന്നിന്റെ പകരം എത്ര തന്നിരിക്കുന്നത്? 20 ആണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ? 20 - 2 × 180. ഓക്കെ, എടാ 20 - 2 18 എന്ന് കിട്ടും. 18 × 180 എന്ന് കിട്ടും. കണ്ടോ? 18 × 180 എന്ന് കിട്ടും. എടാ 0 അങ്ങോട്ട് മാറ്റിയിട്ട് 18 × 18 ചെയ്ത് നോക്കിയാ 18ന്റെ വർഗം എത്രയാണ്? 324 ആണ്. ആൻസർ എത്ര വരും? 3240 വരും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. ഞാൻ വെറുതെ കണ്ടുപിടിച്ചു കോണുകളുടെ തുക കണ്ടുപിടിച്ചു. n-2 × 180. എന്നിന്റെ വില 20 ആണ്. 20 ന് 2 വർഷം 18 ഇട്ടും. 18 × 180 3240 ആണ് കണ്ടുപിടിച്ചു. എടാ ഇപ്പൊ എല്ലാ കോണുകളും കൂടി കൂട്ടുമ്പോ 3240. ശ്രദ്ധിക്കണേ, എല്ലാ കോണുകളും തുല്യമാണ്. ഇവിടെ ആകെ 3240 ആണുള്ളത്. 20 പേരുണ്ട്. തുല്യമായിട്ട് വീതിക്കണം. എങ്ങനെയാ വീതിക്കേണ്ടത്? എല്ലാം തുല്യമെന്നല്ലേ പറഞ്ഞിരിക്കും. 3200 രൂപയുണ്ട്. 20 പേർക്കായിട്ട് വീതിക്കണം. എങ്ങനെ വീതിക്കും? 20 കൊണ്ട് ഹരിച്ചാ പോരെ. അപ്പോഴെങ്ങനെ എഴുതാം? ഇതൊരു എല്ലാ ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് 1 ആംഗിൾ ഈക്വൽ ടു ഒരു കോണിന്റെ അളവെന്ന് പറയുന്നത് 1 ആംഗിൾ ഈക്വൽ ടു ഈ 3240 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 20 കോണുകളുണ്ട്. 20 കോണുകളും തുല്യമാണ്. തുല്യമായിട്ട് വീതിച്ചാൽ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഈ 0 അടിച്ചു പോയി കഴിഞ്ഞാൽ 324 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 324 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാ ആൻസർ? നിങ്ങളൊന്ന് പറഞ്ഞ എത്ര ആൻസർ? 324 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 62 കിട്ടും. ഓക്കെ, അപ്പൊ 162 ഡിഗ്രിയാണ് ഓരോ കോണുകളും വരുന്നത്. അങ്ങനെ മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഇതിന്റെ സൈഡ്സ് 20 സൈഡ്സ് ഉണ്ട്. ഞാൻ വെറുതെ ആകെ കോണുകളുടെ തുക കണ്ടുപിടിച്ചു. ആകെ കോണുകളുടെ തുക എത്ര കിട്ടി? 3240 കിട്ടി. ഈ 3240 എന്ന് പറയുന്ന ആകെ കോണുകളാണ്. 20 കോണുകളുണ്ട്. 20 തുല്യമാണ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3240. അപ്പൊ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ 0 അടിച്ചു പോയി കഴിഞ്ഞാൽ 324 ഡിവൈഡ് ബൈ 2 162 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാൻ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനാ പറയുന്നത്. The sum of angles of a polygon is 1980. What is the sum of angles of a polygon with 1 more sides and if the number of sides is 1 less? എന്താ പറഞ്ഞിരിക്കുന്നത്? The sum of angles of a polygon is 1980. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980 ആണ്. What is the sum of the angles of polygon with one more sides? എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980. ഒരു വശം കൂടി ഉള്ള ബഹുഭുജമാണെങ്കിൽ കോണുകളുടെ തുക എത്ര? What about the number of sides is 1 less? ഒരു വശം കുറഞ്ഞാൽ എത്ര? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ എന്റെ കയ്യിൽ ഒരു ബഹുഭുജമുണ്ട്. ആ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? 1980 ആണ്. ഒരു വശം കൂടി വന്നാൽ കോണുകളുടെ തുക എത്രയാവും? ഒരു വശം എടുത്തു കളഞ്ഞാൽ കോണുകളുടെ വശം എന്താവും? കോണുകളുടെ തുക എത്രയാവും വെച്ചിരിക്കും. അപ്പൊ ഞാൻ ആദ്യം എന്റെ കയ്യിലുള്ളത് എഴുതുവാണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് ദി ഗിവൺ പോളിഗൺ. തന്നിരിക്കുന്ന പോളിഗണിന്റെ ആംഗിളിന്റെ സം 1980 ആണ്. ഓക്കെ ആണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ട്രയാംഗിളിന് 3 സൈഡ് ഉണ്ട്. ഓക്കെ, ഒരു സൈഡും കൂടെ ആകുമ്പോൾ 4 സൈഡ് ആവും. അത് ക്വാഡ്രിലാറ്ററൽ ആവും. ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ സം 180 ആണ്. ഒരു സൈഡും കൂടി വരുമ്പോൾ ഒരു ട്രയാംഗിളും കൂടെ വരാ ചെയ്യുന്നത്. 2 ട്രയാംഗിൾ ആവും. അപ്പൊ ഒരു 180 കൂടുതലല്ലേ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ട്രയാംഗിൾ അതിന് 3 സൈഡേ ഉള്ളൂ. ഒരു സൈഡും കൂടെ വന്നാൽ 4 സൈഡായി. അപ്പൊ വീണ്ടും ഒരു ട്രയാംഗിളും കൂടെ അല്ലേ വന്നത്? 2 ട്രയാംഗിൾ ആയി. അതെന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടല്ലേ വരുന്നത്.
അതിന്റെ സമം എന്ന് പറയുമ്പോൾ 180 കൂടെ വീണ്ടും കൂട്ടണം. പെന്റഗൺ ആകുമ്പോഴോ വീണ്ടും 180 കൂട്ടണം. 3 ട്രയാങ്കിൾ ആയി കേട്ടോ. ഓർമ്മയുണ്ടോ പറഞ്ഞത്? 1 × 180, 2 × 180, 3 × 180 പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു വശം കൂടുമ്പോൾ ഒരു ത്രികോണവും കൂടെ കൂടുന്നു, ഒരു ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോഴൊരു 180 കൂട്ടിയാൽ മതി. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇഫ് ദ സൈഡ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1, സൈഡ്സ് ഇൻക്രീസ്ഡ് ബൈ 1, ഒരു വശം കൂട്ടുമ്പോൾ ഇൻക്രീസ്ഡ് ബൈ 1, ഒരു വശം കൂട്ടുമ്പോൾ ആംഗിൾസിന്റെ സം എത്ര കിട്ടും? സം ഓഫ് ആംഗിൾസ് എത്ര കിട്ടും? സം ഓഫ് ആംഗിൾസ് ഈ 1980 എത്ര കൂട്ടുന്നോടെ? 180 കൂട്ടിയാ മതി. പറഞ്ഞ മനസ്സിലായോ? ത്രികോണത്തിൽ നിന്ന് ക്വാഡ്രിലാറ്ററലിലേക്ക് പോകുമ്പോൾ, ത്രികോണത്തിൽ നിന്ന് ചതുർഭുജത്തിലേക്ക് പോകുമ്പോൾ ഒരു സൈഡാണ് കൂടുന്നത്, അതിനോടൊപ്പം ഒരു ട്രയാങ്കിളും കൂടെ കൂടുന്നത്, അതായത് 180 ഡിഗ്രിയും കൂടെയാണ് കൂടുന്നത്. ട്രയാങ്കിളിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ കോണുകളുടെ അതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സൈഡ്സ് ഡിക്രീസ്ഡ് ബൈ ഇഫ് സൈഡ്സ് ഡിക്രീസ്ഡ് ബൈ 1, ഒരു വശം കുറഞ്ഞാൽ എങ്ങനെ എഴുതണം? സം ഓഫ് ആംഗിൾസ്. അപ്പൊ എങ്ങനെ വരും? സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 1980 നിന്നും 180 കുറച്ചാൽ മതി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്റെ കയ്യിലുള്ള പോളിഗന്റെ ഒരു ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത്, ആംഗിൾസിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 1980 ആണ്. ഒരു വശം കൂടി കൂടിയാൽ ഒരു ട്രയാങ്കിളും കൂടെ അഡീഷണൽ ആയിട്ട് വരും. അതിന്റെ സം എത്ര? 180. അതും കൂടെ കൂട്ടി കൊടുത്താൽ മതി. കണ്ടോ? ഒരു വശം കൂടിയാൽ കോണുകളുടെ തുക 180 കൂടെ കൂടും. ഇനി ഒരു വശം കുറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു വശം കുറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അങ്ങ് മാറിയെന്നാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? 180 മൈനസ് ചെയ്താൽ മതി. ഇവിടെ 180 കൂട്ടുമ്പോൾ എത്ര കിട്ടും പറഞ്ഞേ? 0, 6, 2160 വരും അല്ലയോ? ഓക്കെ, 2160 വരും. അങ്ങനെയാണ് ഇവിടെ മൈനസ് ചെയ്താൽ എന്ത് വരും? 1700 വരും. ഓക്കെ, അപ്പൊ ഒരു വശം കൂടിയാൽ എങ്ങനെയാണെന്നുണ്ട്? ഒരു വശം കൂടുകയെന്ന് പറഞ്ഞാൽ ഒരു 180 കൂടെ കൂടി, ഒരു ട്രയാങ്കിളും കൂടെ വന്നു. ഒരു വശം കുറയാന്ന് പറഞ്ഞാൽ ഒരു 180 അങ്ങ് പോയി. വേറെ രീതിയിലും ചെയ്യാം. നമുക്ക് തൽക്കാലം എളുപ്പവഴി ഈ രീതി തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, വേറെ രീതി എങ്ങനെ? n-2 × 180 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വശങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു വശങ്ങളും കൂടെ കൂടിയാൽ എന്ത് ചെയ്യും, കുറഞ്ഞാൽ എന്ത് ചെയ്യും, ആ മെത്തേഡിലും ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇത് ആലോചിച്ചിരുന്നാൽ മതി. ഒരു വശം കൂടിക്കഴിഞ്ഞാൽ ഒരു 180 കൂടെ കോണുകളുടെ തുകയിൽ കൂടും, കുറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിട്ട ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു: ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1600 ആകുമോ 900 ആകുമോ എന്നായിരുന്നു ചോദ്യം. നമ്മൾ 2700 ചെയ്തിരുന്നു. ഒരു പോളിഗന്റെ ആംഗിൾസിന്റെ സമ്മ് 1600 ആകുമോ ഇല്ലയോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? 1600 180ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കണം. ഡിവൈഡ് ചെയ്ത് നോക്കണം, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. റിമൈൻഡർ 0 തന്നെയാണോ വരുന്നത് നോക്കണം. 900ന്റെ കാര്യവും പറഞ്ഞു. 900ഉം 180ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കണം. അത്രേ ഉള്ളൂ. ആണെങ്കിൽ എന്ത് പറയാം? ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയാണെന്ന് പറയാം. ഇല്ലെങ്കിൽ തുകയല്ല എന്ന് പറയാം. അപ്പൊ ഇതോടുകൂടി ഈ ഹെഡിങ് കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്ത ഹെഡിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. ബാഹ്യ കോണുകൾ അല്ലെങ്കിൽ പുറം കോണുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞത്? എക്സ്റ്റേണൽ ആംഗിൾ. കേട്ടിട്ടുണ്ടോ? എക്സ്റ്റേണൽ ആംഗിൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എക്സ്റ്റേണൽ ആംഗിൾ എന്താണ് എക്സ്റ്റേണൽ ആംഗിൾ, അല്ലെങ്കിൽ പുറം കോൺ എന്താണ്, അല്ലെങ്കിൽ ബാഹ്യ കോൺ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. എടാ, ഞാനിവിടെ ABC എന്ന ത്രികോണത്തിന്റെ AB എന്ന വശം കുറച്ച് പുറത്തോട്ട് നീട്ടിയിരിക്കുന്നു, D എന്ന ബിന്ദുവിൽ മുട്ടിയിരിക്കുന്നു. കണ്ടോ? ABC എന്ന ത്രികോണത്തിന്റെ B എന്ന മൂല അല്ലെങ്കിൽ AB എന്ന വശം പുറത്തേക്ക് നീട്ടിയിരിക്കുന്നു. അപ്പോഴെനിക്കൊരു കോൺ കിട്ടിയുണ്ടോ? ആംഗിൾ വരണ ആംഗിൾ കിട്ടിയത് കണ്ടോ? ആംഗിളിന്റെ പേരെന്തുവാ? ആംഗിൾ CBD. അപ്പോ ത്രികോണ ABCയില് AB എന്ന വശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശം പുറത്തോട്ട് നീട്ടി. അങ്ങനെ പുറത്തോട്ട് നീട്ടിയപ്പോ പുറത്ത് കിട്ടിയ ആംഗിൾ കണ്ടോ? ഇതൊരു ആംഗിൾ. അപ്പൊ ഇത് ഒരു പോളിഗണാണ്. ഒരു പോളിഗന്റെ ഏതെങ്കിലും ഒരു വശം പുറത്തേക്ക് നീട്ടുമ്പോൾ കിട്ടുന്ന കോൺ. അതായത് നോക്ക്, ഇപ്പൊ ട്രയാംഗിൾ ഞാൻ എക്സാമ്പിൾ എടുത്തു. അതുപോലെ PQRS എന്ന ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിന്റെ PS എന്ന വശം പുറത്തേക്ക് നീട്ടിയിരിക്കുന്നു. പുറത്തേക്ക് നീട്ടുമ്പോൾ പുറത്തൊരു ആംഗിൾ കിട്ടിയതുണ്ടോ? ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ RST. ഇങ്ങനെ ഒരു ബഹുഭുജത്തിന്റെ, ഇപ്പൊ രണ്ടെണ്ണം ത്രികോണവും ചതുർഭുജവും എക്സാമ്പിൾ പറയും. ഇതുപോലെ ഏതെടുത്താലും ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിന്റെ
ഏതൊരു വശവും പുറത്തേക്ക് നീട്ടുമ്പോൾ കിട്ടുന്ന കോണിനെ പറയുന്ന പേരാണ് ബാഹ്യകോൺ, അല്ലെങ്കിൽ പുറത്തുള്ള കോണല്ലേ, അപ്പൊ അതിനെ പുറം കോണെന്ന് പറയും. എന്താ പറഞ്ഞത്? ഒരു ബഹുഭുജത്തിന്റെ ഏതെങ്കിലും ഒരു വശം പുറത്തേക്ക് നീട്ടുമ്പോൾ കിട്ടുന്ന കോണിനെ പറയുന്ന പേരാണ് ബാഹ്യകോൺ അല്ലെങ്കിൽ പുറം കോൺ എന്ന് പറയും. എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയും, പുറത്തുള്ള ആംഗിൾ എന്ന് പറയും. ആംഗിൾ ഗോട്ട് ബൈ എക്സ്റ്റെൻഡിങ് എനി സൈഡ്സ് ഓഫ് എ പോളിഗൺ ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ആംഗിൾ. ഒരു പോളിഗണിന്റെ ഏതെങ്കിലും ഒരു സൈഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ നമ്മൾ പറയുന്ന പേര് എക്സ്റ്റേണൽ ആംഗിൾ എന്നാണ്. ഞാനിവിടെ ഒരു ട്രയാംഗിളിന് ഒരു എക്സ്റ്റേണൽ ആംഗിൾ വരച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന വെർട്ടെക്സിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ ആണെന്ന് പറയുകയാണെങ്കിൽ CBD എന്ന് പറയുന്നത്. ഇതുപോലെ എനിക്ക് വേറെ വരയ്ക്കാം. നോക്കുക, ഇവിടെ നിന്ന് താഴോട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് താഴോട്ട് വരയ്ക്കുന്നത് ഇവിടെ ഒരു ആംഗിൾ കിട്ടിയതുണ്ടോ? ഇതും ഒരു എക്സ്റ്റേണൽ ആംഗിൾ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഞാൻ ഈ സൈഡ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അപ്പൊ കിട്ടുന്നത് വേറൊരു എക്സ്റ്റേണൽ ആംഗിൾ ആണ്. കണ്ടോ, ഈ ഒരു ട്രയാംഗിളിന് 3 സൈഡ് ഉണ്ട്, 3 ആംഗിൾ ഉണ്ട്. അതുപോലെ 3 എക്സ്റ്റേണൽ ആംഗിളും വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇനി പഠിക്കാൻ പോകും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ നോക്ക്, എ എന്ന വെർട്ടെക്സിലെ എക്സ്റ്റേണൽ ആംഗിൾ ആണ് ഇത്, ബി എന്ന വെർട്ടെക്സിലാകുമ്പോ ഇത്, സി എന്ന വെർട്ടെക്സിലാകുമ്പോ ഇത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് എത്ര എണ്ണം വേണം? 4 എണ്ണം വരയ്ക്കാം. നോക്കി എങ്ങനെ വരയ്ക്കാം നോക്കി. ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴോട്ട് വരയ്ക്കാം. കണ്ടോ, പി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. കണ്ടോ, പി RQ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, SQ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, SR മുകളിലേക്ക് എക്സ്റ്റെൻഡ്. ഇങ്ങനെ കിട്ടുന്ന 4 എക്സ്റ്റേണൽ ആംഗിളാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോഴ് ഒരു പോളിഗണിന്റെ ഏതെങ്കിലും ഒരു സൈഡ് പുറത്തേക്ക് നീട്ടുമ്പോൾ കിട്ടുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത് ആംഗിൾ? പുറം കോൺ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യ കോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ചെറിയ 1-2 പ്രത്യേകതകൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, അവിടെ ബാഹ്യ കോണിന്റെ കാര്യം പറഞ്ഞത് പുറത്തുള്ള കോണാണ് ബാഹ്യ കോൺ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്നും പറയാം നമുക്ക്. ഓക്കെ, പുറം കോൺ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്നും പറയാം. ബാഹ്യ കോൺ അല്ലെങ്കിൽ പുറം കോൺ എന്ന് പറയും, എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയാം. ഓക്കെ, എടാ അതുപോലെ ഇപ്പൊ ഇത് ബാഹ്യ കോണാണ്, പുറത്തുള്ള കോണാണ്. അപ്പൊ ഈ ഇതിനകത്തുള്ള കോണിനെ പറയുന്നത് അകക്കോൺ എന്ന് പറയും, അല്ലെങ്കിൽ ആന്തര കോൺ എന്ന് പറയും. എന്ത് പറയും? ആന്തര കോൺ എന്ന് പറയും, ആന്തര കോൺ. അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്നും പറയാറുണ്ട്, ഇന്നർ ആംഗിൾ, ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയാറുണ്ട്. ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ ഏത് ഉപയോഗിച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോഴ് എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് പുറത്തോട്ട് നീട്ടുമ്പോൾ കിട്ടുന്നതാണ് എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യ കോൺ അല്ലെങ്കിൽ പുറം കോൺ, അങ്ങനെയൊക്കെ പറയാം. ഇനി അതിന്റെ തന്നെ ഉള്ളിലുള്ള കോൺ, അകത്തുള്ളതിന് എന്ത് പറയും? അകക്കോൺ എന്ന് പറയാം, അല്ലെ ആന്തര കോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്നൊക്കെ പറയാം. ഓക്കെ, എടാ ഇവിടെ 1-2 പ്രത്യേകതകൾ നമ്മൾ പറയാൻ വന്നത് ഇങ്ങനെയാണ്. എടാ ഈ ആംഗിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഞാൻ വരയ്ക്കുന്ന ഈ 2 ആംഗിൾ, ഇത് മാത്രം ശ്രദ്ധിച്ചേ. ട്രയാംഗിളിന്റെ ഒരു ഇന്റീരിയർ ആംഗിളും അതിന്റെ തന്നെ ഒരു എക്സ്റ്റീരിയർ ആംഗിളും ആണ്. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു ട്രയാംഗിളിന്റെ ഒരു വെർട്ടെക്സിലെ ഒരു കോൺ, ഒരു ആംഗിൾ കണ്ടോ, അകത്ത ആംഗിൾ, ഇന്നർ ആംഗിളും അതിന്റെ തന്നെ പുറത്ത് ആംഗിളും. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന്റെ പേരെന്ന് പറഞ്ഞു ഏതൊക്കെയാ? ആംഗിൾ ABC, അതാണ് ഇന്നർ ആംഗിൾ. അതുപോലെ തന്നെ ആംഗിൾ CBD ആണ് അതിന്റെ പുറത്തെ ആംഗിൾ. ABCയും CBDയും. എടാ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രി ആയിരിക്കും. ഒരു പോളിഗൺ, ഇപ്പൊ ട്രയാംഗിളിന്റെ കാര്യമല്ലേ പറയും, ട്രയാംഗിളിന്റെ ഒരു ഇന്നർ ആംഗിളും അതിന്റെ തന്നെ ഒരു ഔട്ടർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 180 ആയിരിക്കും കിട്ടുന്നത്. അതിന്റെ കാരണം എന്താ നിങ്ങൾക്ക് അറിയാമോ? എടാ ഇവിടെ രേഖീയ ജോഡികൾ അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രേഖീയ ജോഡികൾ, രേഖീയ ജോഡികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രേഖീയ ജോഡികൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? അനുപൂരകങ്ങൾ എന്നാ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ABC എന്ന ട്രയാംഗിളിന്റെ ബിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആംഗിൾ ഏതൊക്കെയാ? ഒന്ന് ആംഗിൾ ABC തന്നെയാണ്, മറ്റേതാണ് ആംഗിൾ CBD ആണ്. ഒരെണ്ണം ബാഹ്യ കോണും ഒരെണ്ണം ആന്തര കോണും. ഈ ബാഹ്യ കോണിന്റെയും ആന്തര കോണിന്റെയും തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. മറന്നുപോലെ. എടാ ഒരു ത്രികോണം എന്നല്ല, ഏതൊരു പോളിഗൺ എടുത്താലും ഒരു ആന്തര കോണിന്റെയും ഒരു ബാഹ്യ കോണിന്റെയും തുക 180 ഡിഗ്രി ആയിരിക്കും. ഒരു ഇന്നർ ആംഗിളിന്റെയും ഒരു ഔട്ടർ ആംഗിളിന്റെയും അതിന്റെ തന്നെ ഔട്ടർ ആംഗിളിന്റെയും കൂടെ സം എത്രയായിരിക്കും?
180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചേ. എടാ നമുക്കിവിടെ രണ്ട് ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതാണ് ഇതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ വേണമെങ്കിൽ ഇതും എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ഈ ആംഗിൾ എന്ത് തന്നെയാണ്? ഔട്ടർ ആംഗിൾ അല്ലേ? രണ്ടെണ്ണം വരയ്ക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ രണ്ടെണ്ണം വരച്ചാൽ അത് എന്ത് തന്നെ ആയിരിക്കും? തുല്യമായിരിക്കും. നോക്ക്, ഈ രണ്ട് ആംഗിളുകളും എങ്ങനെ ആയിരിക്കും? തുല്യമായിരിക്കും. അതിന്റെ കാരണം എന്തുവാ? അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, എതിർകോണുകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എതിർകോണം. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇതൊക്കെയാണ്. ശ്രദ്ധിക്കാൻ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് പറയാം. ഏതൊരു ബഹുഭുജത്തിന്റെയും അകത്തുള്ള കോണുകളെ നമ്മൾ പറയുന്ന ആന്തരകോണം എന്ന് പറയും. ഒന്ന് അല്ലെങ്കിൽ പിന്നെന്താ പറയുന്ന ആന്തരകോണം അല്ലെങ്കിൽ അകക്കോണം എന്ന് പറയും. ഓക്കെ, ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഒരു പോളിഗണിന്റെ ഏതെങ്കിലും ഒരു സൈഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പുറത്ത് കിട്ടുന്ന ആംഗിൾ നമ്മൾ പറയും പുറംകോണം എന്ന് പറയും, അല്ലെങ്കിൽ ബാഹ്യകോണം എന്ന് പറയും. ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയും. ഔട്ടർ ആംഗിൾ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ പുറംകോണം അല്ലെങ്കിൽ ബാഹ്യകോണം എന്ന് പറയാം. അപ്പൊ രണ്ട് പോയിന്റ് അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ശീർഷത്തിലെ അകക്കോണിന്റെയും പുറംകോണിന്റെയും തുക 180 ഡിഗ്രി ആയിരിക്കും. ഒരു വെർട്ടെക്സ് വരുമ്പോ അതിന്റെ എക്സ്റ്റേണൽ ആംഗിളും ഇന്റീരിയർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറഞ്ഞ എന്താണ്? ഏതൊരു വെർട്ടെക്സിലും വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ഔട്ടർ ആംഗിളുകളിലും ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോ ഒരു വെർട്ടെക്സിൽ രണ്ട് ഔട്ടർ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ, രണ്ട് ബാഹ്യകോണുകൾ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ബാഹ്യകോണുകളും തുല്യമായിരിക്കും. രണ്ടളവുകൾ ആയിരിക്കത്തില്ല. കാരണം എന്താണ്? കാരണം അത് എതിർകോണുകളായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയാണ് പോയിന്റുകൾ. ഓക്കെ, ഒരു അകക്കോണും ഒരു പുറം കോണും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിട്ടും. കാരണം അതെന്താണ്? ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡികളാണ്. രേഖീയ ജോഡികൾ അനുകൂലങ്ങളാണെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ 3 പോയിന്റ്സ് വെച്ചുള്ള 1-2 കണക്കുകൾ നമ്മൾ ചെയ്യാൻ പോകും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2 angles of a triangle are 40 degree and 60 degree. Find the measures of all external angles of that triangle. എന്താ പറഞ്ഞ? 2 angles of a triangle are 40 degree and 60 degree. Find all external angles എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമ്മള് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ആംഗിൾ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാനൊരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. അപ്പോ എന്റെ കയ്യിൽ ഒരു ത്രികോണമുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. കണ്ടോ? ഈ ട്രയാങ്കിളിൽ തന്നിരിക്കുന്ന അളവുകൾ ഏതൊക്കെയാ? 60ഉം 40ഉമാണ്. ഓക്കെ ആണേ? ഇതിന്റെ എക്സ്റ്റേണൽ ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പുറം കോണുകൾ. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രിയാണ്. ഇതിന്റെ എല്ലാ പുറംകോണുകളും കണ്ടെത്തുക എന്നാ പറഞ്ഞത്. അപ്പൊ പുറംകോൺ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പുറംകോൺ എന്താന്ന് പറഞ്ഞത്? ഒരു ബഹുഭുജത്തിന്റെ ഏതെങ്കിലും ഒരു വശം പുറത്തേക്ക് നീട്ടുമ്പോൾ കിട്ടുന്ന കോണാണ് എന്തെന്ന് പറഞ്ഞു? പുറംകോൺ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ? ഇനി പുറത്തോട്ട് നീട്ടി, ഈ വശം പുറത്തോട്ട് നീട്ടിയപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടിയത് കണ്ടോ? കണ്ടു. ഇനി അടുത്ത പറ. ഇത് ഞാൻ അങ്ങോട്ട് നീട്ടുക. ഇത് നീട്ടുമ്പോ ഇവിടെ കിട്ടതായി ഇവിടെ കിട്ടിയ അടുത്ത ആംഗിൾ കണ്ടോ? ഇനി ഞാൻ മുകളിലോട്ട് ഇത് നീട്ടുക. കണ്ടോ? ഇത് മുകളിലോട്ട് നീട്ടുമ്പോൾ കിട്ടുന്നത് കണ്ടോ? ഈ ആംഗിൾ കണ്ടോ? ഈ 3 ആംഗിൾ, ഈ പുറത്ത് കാണുന്ന 3 കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണേ പറഞ്ഞത്. എടാ ഈ കോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിനകത്തെ ഈ കോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ 60, 40 കണ്ടുപിടിക്കും. മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പോകും. തേർഡ് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഒന്ന് പറഞ്ഞേ. ഒരു കോൺ 40 ഡിഗ്രി, ഒരു കോൺ 60 ഡിഗ്രി. അടുത്ത കോൺ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ 3 കോണുകളുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതിൽ നിന്ന് ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ടെണ്ണം എന്നിട്ട് മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പറഞ്ഞോ. 180ൽ നിന്ന് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയായി? 60 40 കൂട്ടുമ്പോൾ 100 ആയി. ഇനി അടുത്ത കോണും കൂടെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? 180ൽ 100 മൈനസ് ചെയ്താൽ മതി. 40 + 60 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 180ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എത്ര കിട്ടുന്നത്? 80. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇതിനൊരു പേര് കൊടുക്കാം വെറുതെ. ABC. അപ്പൊ ഞാൻ ഈ ഓരോ സ്ഥലത്തെയും എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ്റ്റേണൽ ആംഗിൾ അറ്റ് എ. എക്സ്റ്റേണൽ ആംഗിൾ അറ്റ് എ.
അതായത് എ എന്ന ശീർഷത്തിലെ പുറംകോണിന്റെ അളവ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ എ എന്ന ശീർഷത്തിലെ അകക്കോൺ എത്രയാണ്? ഇന്റീരിയർ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. പുറത്തതോ നമുക്ക് കണ്ടുപിടിക്കണം. ഈ അകത്തും പുറത്തും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പുറത്ത് എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടും കൂടി കൂട്ടുമ്പോൾ 180, ഒരെണ്ണം 60. അപ്പൊ അടുത്ത എത്രയാ പറഞ്ഞു? അടുത്ത എത്രയാ? അത് 180ൽ നിന്ന് അകത്തെ കോണായ 60 കുറച്ചാൽ മതി. എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും? 120 ഡിഗ്രി. അപ്പൊ ഇവിടത്തെ 120 ഡിഗ്രി പറഞ്ഞ മനസ്സിലായാലോ? രണ്ടും കൂടി കൂട്ടുമ്പോൾ 180, ഒരെണ്ണം 60 ആണെങ്കിൽ മറ്റേ കണ്ടുപിടിക്കാൻ മൈനസ് ചെയ്താൽ മതി. അടുത്തത് എങ്ങനെ എഴുതാം? എക്സ്റ്റേണൽ ആംഗിൾ അറ്റ് ബി. ബിയിലെ പുറംകോണിന്റെ അളവ് പറയടാ. ബിയില് അകക്കോണിന്റെ അളവ്, ഇന്നർ ആംഗിളിന്റെ അളവ് 40 ആണ്. പുറത്തെ കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. ഒരെണ്ണം 40, അടുത്തും കൂടെ കൂട്ടുമ്പോൾ 180. എങ്ങനെ അടുത്ത് കണ്ടുപിടിക്കുന്നത്? 180 മൈനസ് 40 എത്ര കിട്ടും? ഇവിടെ 140 എന്ന് കിട്ടും. അപ്പൊ ഇവിടത്തെ എത്രയാണ്? 140 ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കാനുള്ളത്? സിയിൽ അത് കണ്ടുപിടിക്കണം. എക്സ്റ്റേണൽ ആംഗിൾ അറ്റ് സി. സിയിലെ പുറംകോണിന്റെ അളവ്. സിയിലെ ഉൾക്കോൺ അല്ലെങ്കിൽ അകക്കോൺ എത്രയാണ്? ആന്തരകോൺ എത്രയാണ്? 80 ആണ്. ഇന്നർ ആംഗിൾ 80. ഔട്ടർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180. ഇതുപോലെ തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? 180 മൈനസ് 80 ആണ് കിട്ടുന്നത്. അത്ര കിട്ടും? 100 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ എക്സ്റ്റേണൽ ആംഗിളിന്റെ അളവായി. ഒന്നാമത്തെ 120, എയില് 120, ബിയില് 140, സിയിലെ എത്ര കിട്ടി? 100 എന്നും കിട്ടി. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോഴ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസ് തന്നിട്ടുണ്ട് 40, 60. അതിന്റെ ബാക്കി എല്ലാ എക്സ്റ്റേണൽ ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 40, 60. മൂന്നാമത്തെ അപ്പൊ എത്ര കിട്ടി? 80 എന്ന് കിട്ടും. അപ്പൊ ഞാൻ തേർഡ് ആംഗിൾ കണ്ടുപിടിച്ചു. 3 കൂട്ടുമ്പോൾ 180, രണ്ടെണ്ണം കൂട്ടുമ്പോൾ 100 കിട്ടും. 180 100 മൈനസ് 80 കിട്ടും. ഇവിടെ ഞാൻ 3 സ്ഥലത്ത് എന്ത് ചെയ്തു? ഓരോ സൈഡുകൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? എയിൽ എക്സ്റ്റേണൽ ആംഗിൾ കിട്ടി, ബിയില് കിട്ടി, സിയില് കിട്ടി. ഇവിടെ എക്സ്റ്റേണൽ ആംഗിൾ അറ്റ് എ എന്ന് പറയുന്നത്, എയിൽ എക്സ്റ്റേണൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? എയിലെ എക്സ്റ്റേണൽ ആംഗിളും ഇന്റീരിയർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. അതിൽ ഒരെണ്ണം തന്നിട്ടുണ്ട് 60, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120. ഇനി ബിയിലെ എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കണം. ബിയിലെ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ ഇന്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്. ഇന്നർ ആംഗിൾ തന്നിട്ടുണ്ട് 40 ആണ്. ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? 180 നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് എല്ലാം ലീനിയർ പെയറിന്റെ കളിയാണ്. ഇപ്പൊ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ ഈ ഫിഗറിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. ഫിഗറിൽ 40, 60, 80 എഴുതുന്നു. ഇതിൽ ഓരോന്നിലും കേട്ടോ 180 മൈനസ് ചെയ്യുമ്പോൾ 140 കിട്ടും. 180 60 മൈനസ് ചെയ്യുമ്പോൾ 120 കിട്ടും. 80 മൈനസ് ചെയ്യുമ്പോൾ 100 കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു 4-5 ദിവസം ഇതിന് പുറകെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അതും അടുത്ത ടോപ്പിക്ക് പറയുന്നതിന്റെ കൂട്ടത്തിൽ അതും കൂടി പറയാം. അപ്പോ ഇത് ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ മാത്രമാണുള്ളത്. ഇപ്പൊ ഇന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ, ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.